ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹർ വന്ദനയെയും അച്ഛനെയും അമ്മയെയൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ്. രാഹുലിനെ തൻ്റെ അച്ഛനാണെന്നും ശാരി തൻ്റെ ആൻറ്റിയാണെന്നൊക്കെ പരിചയപ്പെടുത്തി അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ്റെ താളത്തിനൊത്ത് തന്നെ എല്ലാവരും നിൽക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ശാരിയും രാഹുലും അവൻ എന്താണോ പറയുന്നത്, എന്താണോ ആവശ്യപ്പെടുന്നത് അതുപോലെ ഒക്കെ മറുപടി പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛനെ കണ്ടു വന്നതിന് ശേഷം അച്ഛനെ എന്തായാലും നല്ലൊരു ഡോക്ടറെ കാണിക്കണം മോനെ എന്നൊക്കെ വന്ദനയുടെ അച്ഛൻ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം തിരികെ വരികയാണ്. അങ്ങനെ വന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ശാരി ചായയൊക്കെ എടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശാരി പറയുന്നുണ്ട്, രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയതാണ്, എന്തായാലും കഴിക്കുക, എന്തേ ഒന്നും കഴിക്കാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, പഞ്ചസാരയുടെ കുറച്ച് അസുഖമുണ്ട് അതുകൊണ്ട് തന്നെ അധികം ഒന്നും കഴിക്കില്ല എന്ന് പറയണം. എന്തായാലും ഊണ് കഴിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് ശാരി പറയുമ്പോൾ, അയ്യോ അതൊന്നും വേണ്ട, തന്നെയല്ല മോനോട് ചോദിച്ചു നോക്കിയ മോൻ എത്ര പ്രാവശ്യം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, എന്നിട്ട് ഒരു പ്രാവശ്യം പോലും ഊണ് കഴിക്കാൻ പറഞ്ഞിട്ട് സമ്മതിച്ചിട്ടില്ല, ഊണ് കഴിക്കാൻ നിന്നിട്ടുമില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അത് ശരിയാണ്, എന്തായാലും കല്യാണം കഴിയാതെ അങ്ങനെയൊന്നും കഴിക്കരുതെന്നാണ് മോൻ്റെ പക്ഷം, അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനോഹർ പറയാണ്, സാരില്ലമ്മേ, സാരില്ല ആൻറ്റി, എന്തായാലും ഇവരൊക്കെ പോയതിന് ശേഷം ഒരു ദിവസം നമുക്ക് ഇവരെ കൊണ്ടുവരാം, അങ്ങനെ 2 ദിവസമൊക്കെ ഇവിടെ താമസിപ്പിച്ചതിന് ശേഷം ഇവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാം നമുക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം ശാരി പറയാണ്, അത് ശരിയാണ്, എന്തായാലും ഇത്രയും നല്ലൊരു മോനെ നിങ്ങൾക്ക് മരുമകനായി കിട്ടിയത് നിങ്ങളുടെ ഭാഗ്യമാണ്, കാരണം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കുട്ടിയാണ്. ഗൾഫിൽ നിന്ന് വരുമ്പോൾ എല്ലാ പ്രാവശ്യവും എല്ലാ ഞായറാഴ്ചയും എല്ലാവരും ബന്ധുക്കൾ എല്ലാവരെയും വിളിക്കും, എന്നിട്ട് അവരൊക്കെ സൽക്കരിക്കും, അത്രയും നല്ല സ്നേഹമുള്ളൊരു മകനാണ് എന്നൊക്കെ ഇങ്ങനെ ശാരി വിടുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും എല്ലാതും അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുടെ താളത്തിന് അവർ മനസ്സിലിങ്ങനെ കരുതുന്നുണ്ട്, നല്ല അമ്മായിമ്മ മരുമകനെ ഒത്തു നിൽക്കുകയാണ്, അല്ലാതെ അവൾക്ക് വേറെ രക്ഷയില്ലല്ലോ, അങ്ങനെ തന്നെ വേണം നിങ്ങൾക്ക്. ആ കല്യാണിയെയും കിരണേട്ടനെയൊക്കെ നിങ്ങൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുള്ളല്ലോ, അപ്പം അതിന് നിങ്ങൾക്ക് കിട്ടിയ മറുപടിയാണെന്നൊക്കെ നമ്മുടെ വന്ദന മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം ഇനി എന്തായാലും അമ്മ വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇത് വയ്യാതെ ആയിരിക്കുകയാണ്, എന്തായാലും അച്ഛന് വയ്യാത്തത് കൊണ്ട് അമ്മയ്ക്ക് ഒരു ടെൻഷനൊക്കെ ഉണ്ട്, കല്യാണത്തിന് എന്തായാലും വരുമെന്ന് ശാരി ഉറപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും അമ്മയെ അന്ന് കാണാം, ഞങ്ങൾ എന്നാൽ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവരവിടെ നിന്നും ഇറങ്ങുകയാണ്. അപ്പം ശരി എന്നും പറഞ്ഞ് അങ്ങനെ കാറിൽ അവർ കയറി പോവുകയാണ്. അതേ സമയത്ത് നമ്മുടെ കല്യാണിയും കിരണും ജനലിൻ്റെ ഇടയിലൂടെ ഇവരെ നോക്കുന്നുണ്ട്. ഇവർ പോകുന്ന കാഴ്ചക്ക് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ സരയു ആണെങ്കിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ കാത്തു നിൽക്കാണ്. നിന്ന് കാലും കഴിച്ചു. അതുപോലെ തന്നെ അവൾക്ക് ദേഷ്യവും വരുന്നുണ്ട്, ഈ മനുവേട്ടൻ എന്താ ഇതുവരെ വരാഞ്ഞത്, ഇനിയിപ്പോൾ എന്തെങ്കിലും അപകടം പറ്റിക്കാണോ, ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് സ്വയം വിശ്വസിക്കുകയാണ്. അങ്ങനെ കുറേ നേരം നിൽക്കുന്നുണ്ട്. അങ്ങനെ അവർ പോയതിന് ശേഷം ശാരി ചോദിക്കുകയാണ്, എന്തൊക്കെ നുണകളാടാ അവരോട് പറഞ്ഞത്, ഞങ്ങളെ കൊണ്ടും പറയിപ്പിക്കുന്നത്, എൻ്റെ മോൾ ഇതൊന്നും അറിയാതെ എവിടെയോ നിന്നെ കാത്ത് നിൽക്കല്ലടാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എടുത്ത വഴിക്ക് നമ്മുടെ മനോഹർ പറയാണ്, അവളവിടെ നിൽക്കട്ടെ, എന്തായാലും മരമൊന്നുമല്ലല്ലോ ഉറച്ചു പോകാനായിട്ട്, കുറച്ചവിടെ നിൽക്കട്ടെ, ഞാൻ അവളുടെ അരികിലേക്ക് തന്നെയാണ് പോകുന്നത്, പിന്നെ അവളെയും കൊണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചൊക്കെ കറങ്ങിയിട്ടൊക്കെ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനോഹർ പറയാണ്, എന്തായാലും അവരിവിടേക്ക് വരുമ്പോൾ ആകെ ഒരു പേടി എന്ന് പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ കല്യാണിയൊക്കെ കണ്ടാലോ എന്നൊരു പേടി മാത്രമായിരുന്നു. ഇത്രയും കഷ്ടപ്പെട്ട് ഈ കല്യാണം വരെ എത്തിക്കാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ, ഇനിയിപ്പോൾ കല്യാണം എങ്ങാനും മുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ വല്ല ഫാനിലും തൂങ്ങേണ്ടി വരും എന്നൊക്കെ മനോഹർ പറഞ്ഞിട്ട് കാറും എടുത്ത് സരയുവിൻ്റെ അരികിലേക്ക് പോവുകയാണ്. അങ്ങനെ സരയു ആണെങ്കിൽ ക്ഷമകെട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സരയു മനോഹർ വരുമ്പോൾ നല്ല സ്പീഡിൽ തന്നെയാണ് കാർ ഓടിച്ചു വരുന്നത്. അപ്പോൾ എന്താ മനുവേട്ട ഇത്, ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, എന്താ പറ്റിയതെന്ന് ചോദിക്കുകയാണ്. അയ്യോ മോൾ ഒന്നും പറയണ്ട, നല്ല വലിയൊരു മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ ആ മീറ്റിങ്ങിൻ്റെ ഇടയിൽ ഫോണ് ഓഫാക്കി വെച്ചതാണ്, അപ്പം ഓഫാക്കിയതാണല്ലേ എന്ന് പറയുമ്പോൾ, അല്ല മോളെ, ഇന്നലെ ഫോൺ ചാർജിലിട്ടായിരുന്നു, പക്ഷേ അത് സ്വിച്ച് ഓൺ ആക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ചാർജ് ഉണ്ടായില്ല. അവിടെ വന്നിട്ടുള്ള ആ സാറുമാർക്കൊന്നും ഫോണിൽ സംസാരിക്കുന്ന ഇഷ്ടമല്ല, ഫോണൊക്കെ ആ സമയത്ത് ഓഫ് ചെയ്ത് വെക്കണം, എങ്കിലും മോളുടെ കാര്യമായതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യാതിരുന്നതാണ്, പക്ഷെ ഓഫായി പോയതാണ് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്, വലിയ ബിസിനസ്സാണ്, കോടികളുടെയാണ്, അതുകൊണ്ടാണ് മോളെ ഞാൻ കുറച്ച് വിഷമിപ്പിക്കേണ്ടി വന്നത്, പിന്നെ അവിടെ നിന്നും നല്ല സ്പീഡിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അത് ഞാൻ കണ്ടായിരുന്നു എന്ന് സരയു പറയുന്നുണ്ട്. അപ്പോൾ അല്ല മനുവേട്ടാ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. എന്താ മോളൂ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ സംസാരിക്കാമെന്നും പറഞ്ഞ് മനോഹർ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോവുകയും അവൾക്ക് വേണ്ട ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് സരയു പറയണം, അതെ ഇനിയിപ്പോൾ വെച്ച് കാത്തിരിക്കൊന്നും വേണ്ട, എൻ്റെ ബാങ്കിലാണെങ്കിൽ ഒരു 10-250 പവൻ സ്വർണ്ണമുണ്ട് ലോക്കറിൽ, അതെടുത്തിട്ട് വിറ്റ് മനുവേട്ടൻ്റെ ബാങ്കിൽ അക്കൗണ്ടിലേക്ക് ഇടണം,
പിന്നെ എൻ്റെ അക്കൗണ്ടിലും ഉണ്ട് കുറച്ച് പൈസ, അതും ഇടണം എന്ന് പറയാണ്. അതൊന്നും വേണ്ട മോളെ, എനിക്ക് ഇപ്പം 10 തലമുറയ്ക്ക് ജീവിക്കാനുള്ളത് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് മനോഹർ പറയും. അതൊക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, കോടികൾ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇപ്പം എൻ്റെ പൈസയൊന്നും വേണ്ടല്ലേ, അതൊക്കെ നക്കാപ്പിച്ചയായില്ലേ എന്ന് ചോദിക്കുകയാണ്. അയ്യോ അങ്ങനെയല്ല മോളെ, മോളുടെ പൈസ എന്ന് എനിക്കിപ്പോൾ എന്തിനാ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊക്കെ ആവശ്യം വരും, നമ്മളിവിടെ കിടന്നിട്ട് എന്താ കാര്യം, നമ്മളിവിടുന്ന് പോവാൻ പോവല്ലേ, അപ്പോൾ ആ പൈസയൊക്കെ മനുവേട്ടൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണം എന്ന് നിർബന്ധം പറയുകയാണ് നമ്മൾ സരയും. എന്നാ മോളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയാണ്. അല്ല അതെ, അതിൽ നിന്ന് കുറച്ച് പൈസ അച്ഛനും അമ്മയ്ക്കും കൊടുക്കണം എന്ന് മനോഹർ പറയുമ്പോൾ അത് ശരിയാണ്, അവർക്ക് അച്ഛൻ എന്തായാലും ഇപ്പോൾ വയ്യാതെ കിടക്കല്ലേ, അപ്പോൾ ഞാൻ എന്തായാലും ഒരു ചെക്ക് അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് മനോഹർ പറയുമ്പോൾ മനുവേട്ടൻ്റെ സ്വഭാവം എനിക്കറിയാം, കൊടുക്കുമ്പോൾ ഒരു 2-3 കോടിയൊക്കെ ആയിട്ട് കൊടുക്കുള്ളൂ, അതുകൊണ്ട് അത്രയ്ക്കൊന്നും വേണ്ട എന്ന് പറയാണ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോളെ, എന്തായാലും ഒരു 50 ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് സരയു പറയുന്നുണ്ട്. അത് മതിയോ മോളെ എന്ന് പറയുമ്പോൾ അത് മതി, അതുകൊണ്ടുള്ള ജീവിച്ചാൽ മതി, അവരൊക്കെ നല്ല ആർഭാടമായി ജീവിച്ചു പോകുന്നതല്ലേ മോളൂ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ മനോഹർ. അതൊക്കെ മതി, അത്രയ്ക്ക് ജീവിച്ചാൽ മതി, പിന്നെ ആ പൈസ പിന്നെ തന്നെയല്ല വല്ല വയ്യായ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ളതാണ്, അപ്പം അതുകൊണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ടെന്നൊക്കെ സരയു പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വന്ദനയുടെ വീട്ടിലേക്ക് കല്യാണി വന്നിരിക്കുകയാണ്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഷാരിയും അതുപോലെ രാഹുലിൻ്റെയൊക്കെ അഭിനയത്തെ പറ്റിയും അതുപോലെ മനോഹറിൻ്റെ സംസാരം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് എന്തായാലും കാര്യങ്ങളൊക്കെ കുട്ടികൾ ചേർന്ന് നടത്തിയൊരു നാടകമാണ്, അതിൽ ഞങ്ങൾ കൂട്ടുനിൽക്കുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പം അത് സാരില്ല, അവൻ അതിനുള്ളൊരു മറുപടി കൊടുത്തിരിക്കണമെന്ന് കല്യാണി പറയുന്നുണ്ട്. അപ്പം നമ്മുടെ വന്ദന പറയുന്നുണ്ട്, അതായത് വരുൺ പറയാണ് എന്തായാലും എനിക്ക് കിരണേട്ടൻ ഒന്ന് കാണണമെന്ന് പറയാം. അപ്പോൾ സമയത്ത് അച്ഛനും അമ്മയും പറയുന്നത് വേണോ മോനെ, കാരണം അപ്പുറത്തല്ലേ മനോഹർ എങ്ങനെ മോനെ കണ്ടാലോ, മനോഹർ കണ്ടു കഴിഞ്ഞാൽ വന്ദനയല്ലല്ലോ, വന്ദനയായിട്ടല്ലല്ലോ ഞാൻ പോകുന്നത്, വരുണായിട്ടില്ല, കണ്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ പോന്നോട്ടാങ്കിളെ എന്ന് നമ്മുടെ കല്യാണിയും പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിച്ച് അങ്ങനെ അവർ കല്യാണിയുടെ കൂടെ പോകാൻ വേണ്ടി വരുൺ പോകാൻ വേണ്ടിയായിരുന്നു നിൽക്കുന്നൊക്കെ ഭാഗമൊക്കെയാണ് എന്തായാലും അവസാനമായിട്ട് കാണിച്ചിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.